ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ റിബൽ സ്റ്റാർ പ്രഭാസ് നായകനാവുന്ന പുതിയ പടത്തിൻ്റെ പേരാണ് രാജാ സാബ്. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ടീസർ കട്ട് കിടിലമായിട്ട് തന്നെ ഉണ്ട്. പേഴ്സണലി പറയുവാണ് ഇച്ചിരി ആവറേജ് ആണ്. എന്ന് വെച്ചാൽ ഗംഭീരം എന്ന് പറയാൻ പറ്റത്തില്ല, എബവ് ആവറേജ്. ടിപ്പിക്കൽ സ്റ്റോറി തന്നെയാണ്. വലിയൊരു ബംഗ്ലാവിലെ പ്രേതം അതിലേക്ക് ചെന്ന് എത്തിപ്പെടുന്ന നമ്മുടെ നായകൻ. ഇത് കറക്റ്റ് മറ്റേ കാശ്മീര എന്ന സിനിമയിലെ പോലെ ഉണ്ട്. പക്ഷേ അതിനകത്ത് പുള്ളി ഒരു ഉടായ്പാണ്. പക്ഷേ ഇതങ്ങനെയല്ല. പഴയ വിൻറ്റേജ് പ്രഭാസിനൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, അവർ പഴയ ഒരു ടൈപ്പ് പ്രഭാസിനെ ഈ സിനിമയിലൂടെ കാണാൻ പറ്റി. കുറച്ച് കോമഡി സീൻസൊക്കെ സിനിമയിലുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഇതൊരു തെലുങ്ക് പടമാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പടത്തിനകത്തുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഇതൊരു ഫാൻറ്റസി ഹൊറർ സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ഈ ലോജിക് എന്ന സാധനം നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഫ്രണ്ടിലൊരു വേസ്റ്റ് ബക്കറ്റ് ഉണ്ടാകും. അതിലേക്ക് ആ ലോജിക് എന്ന സംഭവം അതിലിട്ടിട്ട് അതിലേക്ക് കാണാൻ കയറിയാൽ മതി. ഇതിനകത്ത് സിനിമയിൽ പ്രഭാസിന് 3 നായകന്മാരാണുള്ളത്. അത് ടീച്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ പുള്ളിയെ പേടിക്കുന്ന ഒരു കോമഡി രീതി കാണിക്കുമ്പോഴും എനിക്ക് പേഴ്സണലി എന്തോ ഒരു ഫീൽ കിട്ടുന്നില്ല. ഈ ബാഹുബലിയും സാഹോൻ സിനിമയൊക്കെ കണ്ട ഒരു ഇതായതുകൊണ്ടാണ് അറിയത്തില്ല. സിനിമയിൽ ഗോസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ സഞ്ജയ് ദത്താണ്. ഞാൻ എന്താ പറഞ്ഞ പോലെ തന്നെ പുള്ളിയൊരു ഫീൽ കിട്ടാത്തത് പ്രഭാസിൻ്റെ പഴയൊരു പടമുണ്ട്. അത് കൃത്യമായിട്ട് പേര് ഓർമ്മ വരുന്നില്ല. പ്രഭാസും കാജൽ അഗർവാളുമായിട്ടുള്ളത്. അതായത് പുള്ളി സ്റ്റോറി പറയുന്നത് പുള്ളി ഒരു റോക്ക് സ്റ്റാറാണ്. അപ്പോൾ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് പുള്ളി വിദേശത്ത് പോവുകയും അവിടെ വെച്ച് കാജൽ അഗർവാളിനെ കണ്ടുമുട്ടുന്നതും അവിടെ നടക്കുന്ന കുറേ സംഭവ വികാസങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പിലെ സിനിമയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ ഇറങ്ങുന്നത് ഈ വരുന്ന ഡിസംബറിലാണ്. ഡിസംബർ മാസം 5-ാം തീയതിയാണ്. പിന്നെ മെയിനും പറയാനുള്ളത് സിനിമയുടെ സ്റ്റോറിയും പിന്നെ ഗ്രാഫിക്സ് എല്ലാം കൂടെ നന്നായിരുന്നെങ്കിൽ സിനിമ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായേനെ. പഴയ ഒരു വിൻറ്റേജ് പ്രഭാസിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സിനിമ കുറച്ചും കൂടി ബെറ്റർ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ ഒരു പാൻ ഇന്ത്യൻ ലെവലാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടി ബെറ്റർ ആവണം എന്ന് ശ്രദ്ധിക്കണം. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു തെലുങ്ക് സിനിമയാണ്. അപ്പോൾ തെലുങ്കിലെ ഓഡിയൻസിൽ കൂടി ആസ്വദിക്കണം എന്നൊരു രീതി ഉള്ളത് കൊണ്ടും കുറച്ച് മസാല പരിപാടി എന്തായാലും സിനിമയിൽ തന്നെ ഉണ്ടാകും. അത് ട്രെയിലർ കട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പേഴ്സണലി ഈ ഒരു ടൈപ്പ് കോമഡിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തമിഴിൽ ഈ ഒരു ഹൊറർ പടത്തിലൊക്കെ കാണുന്ന ഒരു കോമാളിത്തരൊക്കെ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. ഇത് ഞാൻ പറയുന്ന എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്ക്. എൻ്റെ അപ്ഡേറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.